CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയന് അതിരൂക്ഷ വിമർശനം. പിണറായി ഏകാധിപതിയെന്നും തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതം കൂട്ടിയതിൽ പ്രധാന ഉത്തരവാദിത്തമുണ്ടെന്നും പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരം എന്നാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന അഭിപ്രായം. MV ഗോവിന്ദന് ധാർഷ്ട്യമെന്നും PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിച്ചെന്നും കണ്ണൂർ ജില്ലാ നേതൃയോഗങ്ങളിൽ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവിയിൽ സ്വയം വിമർശനത്തിന്റെ ഉൾച്ചൂടറിയുകയാണ് CPIM. അതിരൂക്ഷ വിമർശനമാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയരുന്നത്. CPIM-ലെയും LDF-ലെയും ജനകീയ നേതാക്കളെ അവഗണിച്ച് തെരഞ്ഞെടുപ്പിൽ പിണറായിയെ മാത്രം ഉയർത്തിക്കാട്ടിയത് തിരിച്ചടിയായെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. പിണറായിക്കാണ് തോൽവിയുടെ ആഘാതം കൂട്ടിയതിൽ പ്രധാന ഉത്തരവാദിത്തം. KK ശൈലജയെ അവഗണിച്ചതിന് ജനം നൽകിയ മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഇത്തവണ പിണറായി മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായേനെ എന്നായിരുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന അഭിപ്രായം. സീറ്റ് പിടിച്ചെടുക്കാനെന്ന പേരിൽ KK ശൈലജയെ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ച് ജനങ്ങളെ പുച്ഛിച്ചു. പിടിച്ചെടുക്കാനുള്ള സീറ്റിൽ മത്സരിച്ച് ധീരത കാട്ടേണ്ടത് പിണറായി ആയിരുന്നു. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരമാണെന്നും ഓരോ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഓരോ നയമാണെന്നും അംഗങ്ങൾ തുറന്നടിച്ചു. കണ്ണൂർ, കോഴിക്കോട് ജില്ലാ കമ്മിറ്റികളിൽ CPIM സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. മാധ്യമങ്ങളെ കാണുമ്പോഴുള്ള MV ഗോവിന്ദന്റെ ധാർഷ്ട്യവും ശരീരഭാഷയും ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരായ എതിർപ്പ് അവഗണിച്ചത് തിരിച്ചടിയായി. സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുന്നെന്ന തോന്നൽ പാർട്ടി അണികളെയും അനുഭാവികളെയും ബാധിച്ചു. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും വിഷയങ്ങൾ മലബാറിലാകെ എതിർവികാരമുണ്ടാക്കിയെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. TP രാമകൃഷ്ണനെ പേരാമ്പ്രയിൽ തളച്ചിട്ടെന്നും അൻവർ അല്ലായിരുന്നെങ്കിൽ ബേപ്പൂരിലും തോറ്റേനെ എന്നും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. ശശീന്ദ്രനെതിരായ ജനവികാരം ഉൾക്കൊള്ളാൻ പാർട്ടിക്കാകാതെ പോയപ്പോൾ എലത്തൂരിൽ പാർട്ടി വോട്ടിൽ പോലും വിള്ളലുണ്ടായെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെയും പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ യോഗത്തിൽ അംഗങ്ങൾ തുറന്നടിച്ചു. ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്ന ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് ജില്ലയിലെ തോൽവിക്ക് കാരണമായി. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ തള്ളിപ്പറയാതിരുന്നപ്പോൾ AK ബാലന്റെ നിലപാട് ദോഷം ചെയ്തതായി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. AM ആരിഫിനെ ആലുവയിൽ സ്ഥാനാർത്ഥിയാക്കിയതോടെ മത്സരിക്കാൻ ആളില്ലെന്ന പ്രതീതി ഉണ്ടാക്കിയെന്നായിരുന്നു എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനം. വൈപ്പിനിൽ KN ഉണ്ണികൃഷ്ണനെ മാറ്റിയത് വലിയ അബദ്ധമായെന്നും സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ സെക്രട്ടറി ഒറ്റയ്ക്ക് തയ്യാറാക്കിയതെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.